നമസ്കാരം. വിമൻ ടോക്ക് ടൈമിലെ മൈൻഡ് കോച്ച് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ ജോർജ് മാത്യു സാറാണ്. സാറിലെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. സാർ എത്ര കൊല്ലമായിട്ട് പാരാസൈക്കോളജി ഫീൽഡിൽ നിൽക്കുന്നു? എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് പാരാസൈക്കോളജി നിൽക്കും. അതിലേക്ക് എങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നത്? എനിക്ക് തീരെ കുട്ടിക്കാലം തൊട്ടേ ഒരു ഫിലോസഫിക്കൽ ടെമ്പർമെൻറ്റ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിചാരം. പിന്നെ എൻ്റെ തീരെ കുട്ടിക്കാലത്തെ ഫ്രണ്ട്സ് മിക്കവരും വളരെ പ്രായമുള്ളവരായിരുന്നു. എൻ്റെ പേരൻസിനേക്കാളും എനിക്ക് കൂടുതൽ അടുപ്പം എൻ്റെ ഗ്രാൻഡ് പേരൻസിനോടായിരുന്നു. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറും ഫ്രണ്ട്സും കൂടെ ഇരുന്ന് ഇങ്ങനെ ഫിലോസഫിക്കൽ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ താല്പര്യമായിരുന്നു. ഞാൻ ഗ്രാൻഡ് ഫാദറിൻ്റെ കസേരയിൽ തന്നെ ഇരിക്കും, എന്നിട്ട് ഞാനിതെല്ലാം കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ പാരാനോർമലായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളതും അവരുടെ ഡിസ്കഷനിൽ വരും. അങ്ങനെയാണ് എനിക്കിതിൽ താല്പര്യം വന്നത്. ഇപ്പോൾ സാധാരണ ആളുകൾ പാരാസൈക്കോളജി എന്ന് പറയുമ്പം പാരാനോർമലായിട്ടുള്ള അനുഭവങ്ങളാണ്. പക്ഷെ എനിക്ക് അത് മൊത്തത്തിലുള്ള ഒരു ഫിലോസഫിക്കൽ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ടുള്ള താല്പര്യമാണ്. ഒത്തിരി ക്യൂരിയസ് ആയിട്ടുള്ളൊരു കുട്ടിക്കാലമായിരുന്നല്ലേ സാർ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് ഈ മൊത്തത്തിൽ ഇതെല്ലാം ഒരു മിസ്റ്ററി പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, എങ്ങനെ നിലനിൽക്കുന്നു, ഇതൊക്കെ എങ്ങനെ അവസാനിക്കും, ഇതൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻസാണ്. മനുഷ്യൻ അറിയാത്തതായിട്ടും സയൻസിന് പ്രൂവ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെയല്ല, ഒന്നിൻ്റെ അടിസ്ഥാനമായ രഹസ്യം സയൻസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം. ഓക്കെ. ഈ ആത്മാവ് എന്ന് പറയുന്നത് ഉണ്ട്, അതിനെപ്പറ്റി എന്താണ് സാറിന് ആൾക്കാരോട് പറയാനുള്ളത്? കാരണം എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ശരീരം, ആത്മാവ്. അപ്പം ആത്മാവ് എങ്ങനെ ഉണ്ടാവുന്നു, ശരീരത്തിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആൾക്കാർക്ക്. അപ്പം അത് അവരോട് എന്താ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത് സാറിന്? ഒന്നാമതായിട്ട് നമുക്ക് തന്നെയും ഒന്നിനെ പറ്റിയും വ്യക്തതയില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ രണ്ട് പെർസ്പെക്റ്റീവ്സ് ഉണ്ട് വാസ്തവികതയെപ്പറ്റി. ഒന്ന്, നമ്മൾ ഈ കാണുന്നതൊക്കെ ഉള്ളതാണ്, ഈ കസേരയും മേശയും നമ്മുടെ ശരീരവും എല്ലാം ഉള്ളതാണ്. പിന്നെ ഇത് നശിച്ചു കഴിഞ്ഞാൽ, ഈ ശരീരം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നാണ് നമ്മളൊക്കെ ആലോചിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സയൻസിൽ തന്നെ, ഈവൻ ഫിസിക്സിൽ തന്നെ ഒരു റിവേഴ്സ് പെർസ്പെക്റ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് യഥാർത്ഥത്തിലുള്ളത് ബോധമാണ്, കോൺഷ്യസ്നെസ്സാണ്. ഈ ബോധം എന്ന് പറയുമ്പോൾ അത് പർട്ടിക്കുലറൈസ്ഡ് അല്ല. എൻ്റെ ബോധം, നിങ്ങളുടെ ബോധം അങ്ങനെ പർട്ടിക്കുലറൈസ്ഡ് അല്ല. അത് സ്പേഷ്യലുമല്ല, ഇന്ന സ്ഥലത്തെ ബോധം, വേറൊരു സ്ഥലത്തെ ബോധം, അങ്ങനെയല്ല. ബോധം എന്ന് പറയുന്നത് സ്പേസ് ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്, അത് പർട്ടിക്കുലറൈസ്ഡും അല്ല. അതാണ് യാഥാർത്ഥ്യം. അതിലാണ് ബാക്കിയെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതാണ് ഉള്ളത്, ബിയോണ്ട് സ്പേസ് ടൈം. അതായത് സ്പേസ് ടൈമിനപ്പുറത്ത് പ്രത്യേകിച്ച് ഒന്ന് എന്ന് വിവക്ഷിക്കാൻ സാധിക്കാത്ത, അതിന് നോൺ ഡ്യുവൽ എന്നൊക്കെ പറയും, അദ്വൈതം എന്ന് പറയും. വാസ്തവത്തിൽ അദ്വൈതം എന്നല്ല പറയേണ്ടത്, ബിയോണ്ട് വൺ ആൻഡ് ദ മെനി. അതായത് നാനാത്വം എന്ന് പറയാനൊക്കത്തില്ല. അത് കൗണ്ട് ചെയ്യാനും ഒക്കത്തില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പം അതാണ് വാസ്തവ്യമുള്ളത്. അത് തന്നെ ഒരു പ്രത്യേക സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പം ഞാൻ എന്നൊരു സിസ്റ്റം, മീനാക്ഷി എന്ന് വേറൊരു സിസ്റ്റം, അങ്ങനെ ഒരു പ്രത്യേക സിസ്റ്റം. ആ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബോഡി, മൈൻഡ്, ഒരുപക്ഷെ സട്ടിൽ ലേയേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. അതാണ്, ഇതെല്ലാം ചേർന്നാണ് ഒരു പ്രത്യേക സിസ്റ്റം. ആ ശുദ്ധബോധം
ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക സിസ്റ്റത്തിൽ കൂടെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഒരു വ്യക്തി. അപ്പോൾ ആ വ്യക്തി എന്ന് പറയുന്ന പ്രത്യേക സിസ്റ്റം നശിച്ചാലും അത് ടൈമും സ്പേസിനകത്ത് അത് നശിച്ചാലും മറ്റേത് അവിടെ ഉണ്ട്, ആ ശുദ്ധബോധം അവിടെ ഉണ്ട്. അത് പല ലെവലിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് പെർസ്പെക്റ്റീവ് ഇപ്പോൾ സയൻസിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനത്തെ ഫിസിക്സുകാരൊക്കെ തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ സർ, ഈ ആത്മാവ് എന്താ പറഞ്ഞ ശരീരം മരിച്ചു കഴിഞ്ഞാലും ആത്മാവ് നിലനിൽക്കും എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അപ്പം ആത്മാവ് എവിടെയായിരിക്കും, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അത് ഉത്തരം പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഈ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. അത് എവിടെ നിൽക്കുന്നു, എപ്പോൾ ഏത് സമയത്ത് നിൽക്കുന്നു എന്നുള്ള ചോദ്യമൊക്കെ അപ്രസക്തമാണ്. കാരണം ഇതിനെല്ലാം അപ്പുറത്താണ് ശുദ്ധബോധം. പിന്നെ ഇന്ന് ഇടയ്ക്ക് പല ലെവൽസ് ഉണ്ടായിരിക്കാം. അതിന് ഈ സൂക്ഷ്മ ശരീരം, കാരണശരീരം, അല്ലെങ്കിൽ ആസ്ട്രൽ വേൾഡ്, കോസൽ വേൾഡ്, ഇങ്ങനെയൊക്കെ പല പേര് പറയാമായിരിക്കും. ഒരുപക്ഷെ ഈ പ്യുവർ കോൺഷ്യസ്നെസ്, ശുദ്ധബോധത്തിൽ നിന്നൊരു കണ്ടിന്യൂസ് പ്രൊജക്ഷൻ പല പ്ലെയിൻസിൽ കൂടെ, അതിൻ്റെ ഒരു അവസാനമായിരിക്കാം ഈ ഫിസിക്കൽ പ്ലെയിനിലുള്ള നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ. അപ്പോൾ നമ്മൾ ജനിക്കുന്ന സമയം തൊട്ട് ഈ ആത്മാവ് എന്നുള്ളത് മനുഷ്യൻ്റെ ശരീരത്തോട് കൂടെയുള്ളത് ആ ജനിക്കുന്ന സമയം മുതലാണോ അതോ അതിന് മുൻപും ഉണ്ടോ? അത് ശരീരം വരുമ്പോൾ ശരീരത്തോട് ചേരുന്നതാണോ അതോ ആ ജനിക്കുന്ന ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയം തൊട്ടാണോ ഇത് തുടങ്ങുന്നത്? അതെ, നമ്മളെ ഈ മനുഷ്യൻ എന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്. മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും യഥാർത്ഥത്തിൽ ഈ വൈബ്രേഷൻസ് ഇങ്ങനെ പല ലെവലിൽ പല പ്ലെയിൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ വൈബ്രേഷൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഒരു വ്യക്തി ജനിക്കുന്നത്. അപ്പോൾ ആ വൈബ്രേഷൻസ് വ്യക്തി ജനിക്കുന്നതിന് മുമ്പേ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വ്യക്തി ജനിക്കുമ്പോൾ ആ വ്യക്തിയിൽ കൂടെ എക്സ്പ്രസ്ഡ് ആകുന്നു എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി മരിച്ചു മരണം സംഭവിക്കുന്നത് ആ ശരീരത്തിനാണ്. ശരീരം മരിക്കുന്നു, ആത്മാവ് നിലനിൽക്കുന്നു. അപ്പോൾ ആ ആത്മാവ് നിലനിൽക്കെ പിന്നൊരു ജന്മം ഉണ്ടാവുകയാണ്, ഒരു മനുഷ്യനൊരു ജന്മം ഉണ്ടാകുമ്പോൾ ഈ ആത്മാവിന് അവിടെ എന്തെങ്കിലും ടേക്ക് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉള്ള അവസരങ്ങൾ ഉണ്ടാവുമോ? അത് ഓപ്പൺ ആണോ? എന്താണ്, അങ്ങനെ വരാമോ? അതിനെപ്പറ്റി ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നത് കൂടുതൽ പേരും ഇപ്പോൾ പറയുന്നതും ഈ വൈബ്രേഷൻസ് ആണ് ഒരു വ്യക്തി രൂപം കൊള്ളാൻ കാരണം. ഈ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന മീനാക്ഷി അല്ല ഇപ്പോഴത്തെ മീനാക്ഷി നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാലും അയാൾക്ക് പുനർജന്മം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ പുറകിലുള്ള ഒരു അസംഷൻ ഈ അയാളെന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ് എന്നുള്ളതാണ്. അങ്ങനെ ആകണമെന്നില്ല. അയാൾ കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറെ വൈബ്രേഷൻസുമായിട്ട് അത് മിക്സ് ചെയ്യാം, അത് പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, പല രീതിയിൽ സംഭവിക്കാം. ഇപ്പോൾ ഒരാൾ മരിച്ചു, ഇപ്പോൾ അയാൾക്ക് കാരണമായ ഒരു പ്രൊജക്ഷൻ അത് വീണ്ടും എക്സ്പ്രസ്ഡ് ആകുകയാണെങ്കിലും അതേപോലെ എക്സ്പ്രസ്ഡ് ആകണമെന്നില്ല. അത് വേറൊരു സെറ്റ് ഓഫ് പേരൻസിൽ കൂടെ അച്ഛൻ്റെ അമ്മയിലെയും കൂടെ കാരണമായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ അയാൾക്ക് മാറ്റം സംഭവിക്കാം, അവരുടെ വൈബ്രേഷൻസുമായിട്ട് മിക്സ് ചെയ്യാം. അതല്ലാതെ തന്നെയും വേറെ രീതിയിലുമൊക്കെ മിക്സർ സംഭവിക്കാം. അതായത് ഒരാൾ സ്പ്ലിറ്റ് ചെയ്ത് പലതായിട്ട് ജനിക്കാം, പല ആളുകൾ മിക്സ് ചെയ്ത് ഒരാളായിട്ട് ജനിക്കാം. അങ്ങനെ പല പോസിബിലിറ്റീസ് ഉണ്ട്. വിമൻ
ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.